അൻവർ പുതിയൊരു പാർട്ടി ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടുണ്ട്. പി വി അൻവറിന് പാർട്ടി പ്രഖ്യാപിക്കില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് അയാൾ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനുള്ള അവകാശമായി കൊണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ്. അതിനുള്ള അവകാശമായിക്കൊണ്ട് അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളുണ്ടാവും അവിടെ. അപ്പോൾ നമുക്ക് കാണാം അവിടെ വെച്ച്. പിന്നെ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട PR വിവാദം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു PR-ൻ്റെ ആവശ്യമില്ല. കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലമായി കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തി PR-ൻ്റെ സഹായമില്ലാതെ പ്രവർത്തിച്ചിരുന്നു. പിണറായി വിജയനെ നിങ്ങളാരും വിശ്വസിക്കുന്നുണ്ടോ ഒരു PR-ൻ്റെ പ്രചരണം ആവശ്യമാണെന്ന്? ഒരിക്കലും ആവശ്യമില്ല. അതെല്ലാം ശുദ്ധ നുണയും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങളാണ്. ഈ ബന്ധപ്പെട്ട ഈ അൻവറിൻ്റെ പാർട്ടി പ്രഖ്യാപനത്തോടു കൂടി ഇടതുമുന്നണി അത് ഏതെങ്കിലും തരത്തിൽ അല്ല, നമ്മുടെ ഈ രാജ്യത്തെ ഭരണഘടന പ്രകാരം ഏതൊരു പൗരനും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുവാനും അതേപോലെ തന്നെ പാർട്ടി രൂപീകരിക്കാനും നിയമാനുസരണം രൂപീകരിക്കാനൊക്കെ ഉള്ള അവകാശമുണ്ടല്ലോ. അത് അദ്ദേഹം ചെയ്യുന്നു. അതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. അതെല്ലാം ശുദ്ധ നുണയും ശുദ്ധ അബദ്ധവും അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരായിട്ടുള്ള വേട്ടയാടൽ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഒന്നാം പിണറായി ഗവൺമെൻറ്, അതിന് രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നപ്പോൾ കേരളത്തിൻ്റെ ഒരു കൂട്ടം മാധ്യമങ്ങളും പ്രതിപക്ഷവുമായി ചേർന്നുകൊണ്ടുള്ള വേട്ടയാടൽ തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഈ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീർന്ന് കേരളം നടത്തിയ വികസന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഒരു മൂന്നാം LDF ഗവൺമെൻറ്റിൻ്റെ സാധ്യത കണ്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഒരു കൂട്ടം മാധ്യമങ്ങളും പ്രതിപക്ഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളതൊന്നും അത്ര ഗൗനിക്കുന്ന പ്രശ്നമില്ല. രണ്ടാം പിണറായി ഗവൺമെൻറ് സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിലും ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഗൗനിച്ചില്ല, ഞങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു. എന്തോ രേഖകൾക്ക് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല രേഖ.